നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ 102 സീറ്റോടുകൂടി കോൺഗ്രസ് പാർട്ടി ജയിക്കുകയും LDF പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ കോൺഗ്രസ് പാർട്ടിയിലെ ആര് മുഖ്യമന്ത്രിയാവും എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസ് പാർട്ടിയിലും പ്രധാനമായും 3 ക്ലെയിമുകളാണുള്ളത്. ഒന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, മൂന്നാമത് KC വേണുഗോപാൽ എന്നിവരാണ് ഈ 3 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി കടിപിടി കൂടുന്നത്. ഇതിൽ ഏറ്റവും അർഹനായിട്ടുള്ളത് VD സതീശൻ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന് കേരളത്തെ പ്രതിപക്ഷത്തെ നയിക്കുകയും കോൺഗ്രസിനെ 102 സീറ്റോടുകൂടി വിജയത്തിലെത്തിക്കുകയും ചെയ്ത്. പിന്നെ അദ്ദേഹം വളരെ യുവാവാണ്, 60 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഭരണപരിചയം കുറവാണെന്ന് പറയുമെങ്കിൽ പോലും അദ്ദേഹം സത്യസന്ധനായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളൊന്നും ഉണ്ടായിട്ടില്ല, അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സത്യസന്ധനായ ഒരാളാണ്, കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. അങ്ങനെ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് VD സതീശൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് VD സതീശന് ഒന്നാമത്തെ ചാൻസും കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന VD സതീശൻ തന്നെയാണ്. എന്നാൽ ഇത് രണ്ടാമതായി രമേശ് ചെന്നിത്തല ക്ലെയിം ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും മുതിർന്ന നേതാവെന്നും അദ്ദേഹത്തിന് ഇതിനു മുമ്പിലത്തെ തവണ 10 വർഷമുള്ള പ്രതിപക്ഷ നേതാവായിരുന്നെന്നും പറയുന്നു. അദ്ദേഹം മൂത്ത പ്രതിപക്ഷ നേതാവല്ല, മൂഞ്ചിയ പ്രതിപക്ഷ നേതാവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഭരണപരിചയം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ദൃഢമായ ഒരു തീരുമാനം എടുക്കുന്നതിനോ അഴിമതിയെ ചെറുക്കുന്നതിനോ ഒന്നും അദ്ദേഹം കാര്യക്ഷമമായി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഒരു കരുണാകരന്റെ കോണകം പിഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ കയറിയ ഒരാളാണ്. ഒരു അഴകുഴമ്പൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അഴിമതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് നമുക്ക് തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹം വളരെ സീരിയസ് ആയ രീതിയിൽ പ്രതികരിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും ഒരു തമാശ രീതിയിലാണ് കാര്യങ്ങൾ കണക്കാക്കുന്നത്. കോവിഡ് സമയത്ത് ഫോൺ എടുത്ത് ഉസ്മാനെ വിളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അതിനു മുമ്പത്തെ തവണ കോൺഗ്രസ് പരാജയപ്പെടാനുണ്ടായ ഒരു കാരണം. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ എന്തെങ്കിലുമൊക്കെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കും, അതിനുശേഷം ഊണ് കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങും എന്നുള്ള രീതിയിലാണ്. എന്നാൽ VD സതീശൻ അങ്ങനെയല്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശരിക്കും പ്രവർത്തിക്കുകയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെയുള്ള പല ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ രമേശ് ചെന്നിത്തല അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഒരു കരുണാകരന്റെ സ്കൂളാണ്. മുകളിലുള്ള നേതാക്കന്മാരെ സുഖിപ്പിച്ചു നിർത്തുക, അഴിമതി നടത്തുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കുക, ഈ മത ന്യൂനപക്ഷങ്ങളെയും അതുപോലെ മതപ്രമാണിമാരെയും ഒക്കെ സുഖിപ്പിച്ചു നിർത്തുക, ജനങ്ങളുടെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി. അതൊരിക്കലും കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ഏകദേശം 70 വയസ്സായ ഒരു മനുഷ്യനാണ്. ഈ 70 വയസ്സായ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു ജെൻസി ആളുകളെയും അതുപോലെ ചെറുപ്പക്കാരെയും മില്ലനേഴ്സിനെയും ആൽഫ ജനറേഷനെയും ഒന്നും നയിക്കാൻ പ്രാപ്തമല്ല. അവരൊക്കെ പതുക്കെ ഇനി പുറകോട്ടേക്ക് മാറുകയും ചെറിയ ചെറിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകി നിൽക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ താക്കോൽ സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയും അതുപോലെ മതമേലധ്യക്ഷൻ്റെയും ഒക്കെ കാല് തിരുമി അധികാരത്തിലെത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണ് വേണ്ടത്. മൂന്നാമത്തെ ആളാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയാസക്തരായ കോൺഗ്രസിലെ എല്ലാ MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ പിന്തുണ അദ്ദേഹത്തിനാണ്. കാരണം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിലൊക്കെ ഇച്ചിരി താല്പര്യമുള്ളതാണ്. അതുപോലെ അദ്ദേഹമാണ് ഫണ്ട് കൂടുതലും കേരളത്തിലേക്ക് എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. കേന്ദ്രത്തിൽ നിന്നൊക്കെ ഒരു MLA-ക്ക് മത്സരിക്കുന്നതിന് വേണ്ടി 2 കോടി രൂപ വീതം വെച്ച് അദ്ദേഹം എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കേരളത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് കാരണം MLA-മാർക്കൊക്കെ അദ്ദേഹത്തോട് ഒരു താല്പര്യമുണ്ടെന്ന് പറയുന്നു. കാരണം ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല മാർഗത്തിലൂടെ അഴിമതി നടത്തുകയും അതുപോലെ കാശ് എങ്ങനെയെങ്കിലുമൊക്കെ വളച്ചുകൂട്ടി സ്വന്തം പോക്കറ്റിലാക്കും, അതുപോലെ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനൊക്കെ കഴിയുമെന്ന് MLA-മാർ പ്രതീക്ഷിക്കുന്നു. അതുപോലെയാണ്ടാണ് KC വേണുഗോപാലിനെ നല്ല ശതമാനം MLA-മാരും MP-മാരും സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഈ KC വേണുഗോപാൽ ഒരു MP-യാണ്. അദ്ദേഹം ഇനി മത്സരിച്ച് MLA ആയിക്കഴിഞ്ഞാൽ ജയിക്കുമെന്ന് തന്നെ ഉറപ്പില്ല. അദ്ദേഹം MP ആയിക്കഴിഞ്ഞ് MP സ്ഥാനത്തിന് വേണ്ടി വീണ്ടും അടുത്ത ഇലക്ഷൻ നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഒരിക്കലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി ആവണമെന്ന് ഒരിക്കലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അയാൾ ഇതിനു മുമ്പ് മന്ത്രിയും അതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ പെർഫോമൻസ് ഒന്നുമല്ല. സരിത കേസായി ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. അതിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു സംശുദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്ന കേന്ദ്രത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. ഇപ്പം അത് കേന്ദ്രത്തിലോട്ട് നടക്കുന്നില്ല. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒക്കെയാണ് അദ്ദേഹം നടക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ പരിപോഷിപ്പിക്കാനാണ് അദ്ദേഹം നടക്കുന്നത്. ഇത് എവിടം വരെ പരിപോഷിപ്പിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹം കേരളത്തിൽ അടുത്ത കാലത്തൊന്നും വലിയ പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അടിച്ചു പൊളിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾ ഒരിക്കലും അത് സംബന്ധിക്കുമെന്ന് വിചാരിക്കുന്നില്ല. VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവണം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.
പിന്നെ ഈ KC വേണുഗോപാലിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ചെറിയാൻ ഫിലിപ്പൊക്കെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി കഴിഞ്ഞ ദിവസം MLA-മാരെയൊക്കെ സ്വീകരിക്കുകയും KPCC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു. എന്തായാലും ഇവരൊക്കെ ഈ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ഒക്കെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. തൊട്ടടുത്ത ആൾ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിജയകാന്താണ് വിജയാണ് മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്. ആ സമയത്ത് ഈ കേരളത്തിൽ ഇതുപോലുള്ള മണ്ണുണ്ണികൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും കണ്ടറിയണം. ശരിക്കും ജനങ്ങളെ മുന്നിൽ നിന്ന് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഭരിക്കാൻ പറ്റിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായെങ്കിൽ മാത്രമേ കേരളത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ, കേരളത്തിൽ വരുന്ന ആളുകൾക്ക് ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈ പഴയ കുളമ്പുരോഗം ബാധിച്ച കുതിരകളെയൊക്കെ പിടിച്ച് മുൻനിരയിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവജനതയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണം. അദ്ദേഹം കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം എല്ലാവരും സൂചിപ്പിക്കേണ്ടത് എല്ലാം സൂചിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന് അറിയുകയൊക്കെ ചെയ്യാം. അദ്ദേഹം ഏത് ഒരു മതത്തിന്റെ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മതത്തെ പൊക്കി ഭയങ്കരമാണ് സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാനൊക്കെ അദ്ദേഹത്തിന് അറിയാം. ശരിക്കും പറഞ്ഞാൽ ഏത് മതസ്ഥാപനങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾക്ക് പറയാം ഇതെല്ലാം ഉടായ്പാണ്, ഇത് ഉടായ്പിന്റെ പേരിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. പക്ഷേ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവരെ സൂചിപ്പിച്ചാൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു എന്തെങ്കിലും പരിപാടിക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഭയങ്കര സംഭവമാണ്, ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യം ലോകത്ത് നടന്നിട്ടുള്ളൂ, അതാണ് ഇതാണെന്നൊക്കെ പറയും. മുസ്ലിങ്ങളുടെ പരിപാടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയും മുസ്ലിം ഖുറാനിലാണ് ശാസ്ത്ര തത്വങ്ങൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്, ഭൂമി ഉരുണ്ടതാണെന്ന് എഴുതിയിരിക്കുന്നു, ചന്ദ്രനെ പിളർത്താൻ വരെ കഴിവുണ്ടെന്ന് പറഞ്ഞ് പിളർത്തി പിന്നെ കൂട്ടി യോജിപ്പിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറയുമായിരിക്കും. അതൊക്കെ ആ സാഹചര്യത്തിൽ ആ സദസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആള് കഴിവുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം നല്ലൊരു ആളാണ്. VD സതീശൻ തന്നെ കേരളത്തിന് മുഖ്യമന്ത്രിയാണെങ്കിൽ മാത്രമാണ് യുവജനങ്ങൾക്കൊരു പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ അഴിമതിയും അതൊക്കെ നടക്കുന്ന അഴവഴമ്പന്മാരെ പിടിച്ചൊരിക്കലും മുഖ്യമന്ത്രി ആക്കരുത്. അതിന് ജനങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായിയേക്കാളും കഷ്ടമുള്ളവരായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയും തോന്നും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെ 5 കൊല്ലം മാക്സിമം അഴിമതി നടത്തിയതിന് ശേഷം LDF-ന് ഭരണം കൈമാറണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കേരളത്തിൽ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്